കരിങ്കടലിൽ റഷ്യ 2 സിവിലിയൻ കപ്പലുകൾ കൂടി ആക്രമിച്ചതായി ഉക്രൈൻ. കരിങ്കടലിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന 2 സിവിലിയൻ കപ്പലുകൾ കൂടി റഷ്യ ആക്രമിച്ചതായി യുക്രൈന്റെ പ്രാദേശിക വികസന മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു കപ്പലിൽ തീപിടുത്തമുണ്ടായതായും ഒരു ക്രൂ അംഗത്തിന് പരിക്കേറ്റതായും മന്ത്രി ടെലഗ്രാമിൽ എഴുതി. 4 വർഷത്തെ അധിനിവേശത്തിലുടനീളം റഷ്യ ഉക്രൈനിയൻ കപ്പലുകളെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. കീവ് അതിന്റെ സമുദ്ര കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയ ഭീകര പ്രചാരണത്തിന്റെ ഭാഗമാണിത്. സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നിഷേധിക്കുന്ന മോസ്കോ ഉക്രൈനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏതൊരു കപ്പലിനെയും സൈനിക ചരക്ക് കൊണ്ടുപോകുന്നതായി കണക്കാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സസ്യ എണ്ണ കയറ്റാൻ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ കാത്തുനിന്ന പനാമ പതാകയുള്ള ടാങ്കറിൽ ശത്രു ഡ്രോൺ ഇടിച്ചു. നിർഭാഗ്യവശാൽ ഒരു ക്രൂ അംഗത്തിന് പരിക്കേറ്റു. ഉക്രൈനിയൻ പ്രാദേശിക വികസന മന്ത്രി ഒലെക്സി കുലേബ ടെലഗ്രാമിൽ പറഞ്ഞു. ചോളം ചരക്കുമായി തുറമുഖത്ത് നിന്നും പുറപ്പെടുകയായിരുന്ന സാൻ മറീനോയുടെ പതാക വഹിക്കുന്ന ഒരു കപ്പലിന് നേരെയും ഒരു ആക്രമണം ഉണ്ടായി. റഷ്യ സിവിലിയൻ കപ്പലുകളെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും സമുദ്ര സുരക്ഷയെയും മനഃപൂർവ്വം ആക്രമിക്കുന്നു എന്നതിന്റെ കൂടുതൽ തെളിവാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെക്കൻ ഉക്രൈനിയൻ തീരത്തെ ചോർണോമോർസ്ക് തുറമുഖത്തിന് ചുറ്റുമാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് ഒഡേസ റീജിയണൽ ഗവർണർ ഒലേഗ് കൈപ്പർ പറഞ്ഞു. അതേസമയം ട്രംപ് ഭരണകൂടം സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ഉക്രൈനിലെ ഏകദേശം 4 വർഷത്തെ യുദ്ധത്തിന്റെ അപകടകരവും വിശദീകരിക്കാനാകാത്തതുമായ വർധനവ് റഷ്യ നടത്തിയതായി അമേരിക്ക തിങ്കളാഴ്ച ആരോപിക്കുകയും ചെയ്തു. നാറ്റോ സഖ്യകക്ഷിയായ പോളണ്ടുമായുള്ള ഉക്രൈന്റെ അതിർത്തിക്ക് സമീപം കഴിഞ്ഞയാഴ്ച റഷ്യ ആണവശേഷിയുള്ള ഒറഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിനെ ഐക്യരാഷ്ട്രസഭയിലെ US ഡെപ്യൂട്ടി അംബാസിഡർ ടാമി ബ്രൂസ് പ്രത്യേകം പരാമർശിച്ചു. സംഘർഷത്തിലെ അമ്പരപ്പിക്കുന്ന സംഖ്യയിലുള്ള മരണങ്ങളിൽ അമേരിക്ക ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഊർജ്ജത്തിനും മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള റഷ്യയുടെ ആക്രമണങ്ങൾ തീവ്രമാക്കുന്നതിനെ അപലപിക്കുന്നുവെന്നും അവർ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ 100 കണക്കിന് ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ബോംബാക്രമണം നടത്തിയതിനു ശേഷമാണ് ഉക്രൈൻ യോഗത്തിന് ആഹ്വാനം ചെയ്തത്. അതിൽ ശക്തമായ പുതിയ ഹൈപ്പർസോണിക് ഒറഷ്നിക് മിസൈലും ഉൾപ്പെടുന്നു. ഇത് മോസ്കോ 2ാം തവണ മാത്രമാണ് ഉപയോഗിച്ചത്. ഇത് കീവിന്റെ നാറ്റോ സഖ്യകക്ഷികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു. US നേതൃത്വത്തിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ചാൽ കൂടുതൽ മോസ്കോ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ധാരണയിലെത്തുന്നതിൽ ഉക്രൈനും സഖ്യകക്ഷികളും വലിയ പുരോഗതി റിപ്പോർട്ട് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു എണ്ണ ടാങ്കർ US പിടിച്ചെടുത്തതിനെ റഷ്യ അപലപിച്ചതിനെ തുടർന്ന് മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു തണുപ്പുണ്ടായതിന്റെ സൂചനയും ഈ ആക്രമണത്തിനുണ്ട്. റഷ്യയെ സാമ്പത്തികമായി തളർത്താൻ ഉദ്ദേശിച്ചുള്ള ശക്തമായ ഉപരോധ പാക്കേജുമായി താൻ യോജിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ബോധം വന്ന് ചർച്ചകൾക്കുള്ള യാഥാർത്ഥ്യ ബോധമുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതുവരെ സൈനിക മാർഗങ്ങളിലൂടെ ഞങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നത് തുടരുമെന്ന് റഷ്യയുടെ UN അംബാസിഡർ വാസിലി നെബൻസിയ സുരക്ഷാ കൗൺസിലിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വളരെ മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹം പാഴാക്കുന്ന ഓരോ ദിവസവും ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നും നെബൻസിയ പറഞ്ഞു. അതുപോലെ റഷ്യൻ സിവിലിയന്മാർക്കെതിരായ ഓരോ ഹീനമായ ആക്രമണവും കടുത്ത പ്രതികരണം ഉളവാക്കും. 2022 ഫെബ്രുവരിയിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം റഷ്യ ഇപ്പോൾ എക്കാലത്തേക്കാളും കൂടുതൽ ദുർബലമാണെന്ന് ഉക്രൈന്റെ UN അംബാസിഡർ ആൻഡ്രി മെല്ലിക് പ്രതികരിച്ചു. അതിന്റെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാവുകയും എണ്ണ വരുമാനം കുറയുകയും ചെയ്തു. റഷ്യ ഈ കൗൺസിലിനും മുഴുവൻ UN കുടുംബത്തിനും തങ്ങൾ അജയ്യരാണെന്ന ധാരണ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് മറ്റൊരു മിഥ്യയാണെന്നും അദ്ദേഹം കൗൺസിലിനോട് പറഞ്ഞു. ശ്രദ്ധാപൂർവം അരങ്ങിലെത്തിച്ച ശക്തിയുടെ പ്രതിഷ്ഠായ യാഥാർത്ഥ്യത്തിൽ നിന്നും പൂർണ്ണമായും വേർപെട്ട പുകയും കണ്ണാടിയും മാത്രമാണ്. ഉക്രൈനെതിരായ പരമാവധി ആവശ്യങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറാണെന്ന് മോസ്കോ പരസ്യമായ ഒരു സൂചനയും നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.